ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് സ്ഫിയർ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് സ്ഫിയർ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സ്ഫിയർ ആൻഡ് ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ഫിയർ തമ്മിലുള്ള ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫസ്റ്റ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് എ സ്ഫിയർ നോക്കാം. സ്ഫിയറിന്റെ ടോപ്പ് വ്യൂ എന്താണ് കിട്ടുക? സ്ഫിയറിന്റെ ടോപ്പ് വ്യൂ കിട്ടുക ഒരു സർക്കിൾ ആണ്. റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ ഈസ് അഗെയിൻ എ സർക്കിൾ, റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. സൈഡ് വ്യൂ അഗെയിൻ സെയിം. ഏത് ഡയറക്ഷനിൽ നിന്ന് ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞാലും, അതായത് ബോട്ടം വ്യൂ ഓർ പ്രൊഫൈൽ വ്യൂ, ഓക്സിലറി പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള വ്യൂ, ഏത് ഡയറക്ഷനിൽ നോക്കി കഴിഞ്ഞാലും സ്ഫിയറിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഈസ് എ സർക്കിൾ, റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്തു. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പേ എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ? ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കൺസെപ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ മീൻസ് ക്യൂബിന്റെ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആകുമ്പോഴുള്ള ഈ ഫ്രണ്ട് വ്യൂ ആണ് ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. ദാറ്റ് മീൻസ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഒരു ഫ്രണ്ട് വ്യൂ തന്നെയാണ്. പെന്റഗണൽ പ്രിസം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പെന്റഗണൽ പിരമിഡ് എടുക്കുകയാണ്. ഈ പെന്റഗണൽ പിരമിഡിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ആ പെന്റഗണൽ പിരമിഡിനെ ഒരു ട്രാൻസ്പെറന്റ് ക്യൂബിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് ആ ക്യൂബിന്റെ ബോഡി ഡയഗണൽ ഓർ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ. അങ്ങനെ വരുമ്പോൾ ഈ സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്തായിരിക്കും? സ്ഫിയറിനെ ഒരു ഇമാജിനറി ട്രാൻസ്പെറന്റ് ക്യൂബിലേക്ക് കൊണ്ടുവരും. ആ ക്യൂബിന്റെ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഏത് ഡയറക്ഷനിലേക്ക് എങ്ങനെ കൊണ്ടുവന്നാലും, ഏത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും സ്ഫിയറിന്റെ ഫ്രണ്ട് വ്യൂ എന്താണ് കിട്ടുക? ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്തു? ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ ഈസ് എ സർക്കിൾ, റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. അപ്പോൾ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. എന്താണ് പ്രശ്നം? ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബ് നോക്കാം. ഈ ക്യൂബിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ച് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ കൺസ്ട്രക്ട് ചെയ്തു. ക്യൂബിന്റെ സൈഡ് എഡ്ജിന്റെ ലെങ്ത് ഇവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഐസോമെട്രിക് ലെങ്ത് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ഇൻറ്റു 0.816. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ വരയ്ക്കുമ്പോൾ ആ സ്ഫിയറിന്റെ റേഡിയസിനെ 0.816 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് എടുക്കരുത്. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഏത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും സ്ഫിയറിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ സർക്കിൾ ആയിരിക്കും, റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. അതിന് കാരണം സ്ഫിയറിന്റെ പ്രത്യേകതയാണ്, സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് സ്ഫിയറിന്റെ സർഫസിലേക്കുള്ള എല്ലാ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ വരയ്ക്കുമ്പോൾ റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ ആയിരിക്കണം. ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 50 mm എന്ന് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ബാക്കി ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ആ ലെങ്തിനെ 0.816 കൊണ്ട് മൾട്ടിപ്ലൈയോ ഐസോമെട്രിക് ലെങ്തോ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇവിടെ യൂസ് ചെയ്യരുത്. ഇവിടെ റേഡിയസ് തന്നെ എടുക്കണം, ആ ട്രൂ ലെങ്ത് ഉള്ള റേഡിയസ് തന്നെ എടുത്തിട്ട് സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ദെൻ അടുത്ത ഡൗട്ട് വരുന്നത്, അപ്പോൾ എന്തായിരിക്കും ഐസോമെട്രിക് വ്യൂ ഓഫ് ദ സ്ഫിയർ? ഐസോമെട്രിക് വ്യൂവിന്റെ കൺസെപ്റ്റിലോട്ടേക്ക് വരാം. എന്താണ് ഐസോമെട്രിക് വ്യൂ? ഇതാണ് ഈ ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഇത് ഐസോമെട്രിക് വ്യൂ. ഐസോമെട്രിക് വ്യൂവിൽ ഈ ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് യൂസ് ചെയ്യാതെ, 0.816 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാതെ ട്രൂ ലെങ്ത് തന്നെ യൂസ് ചെയ്ത് വരയ്ക്കുന്നതാണ് ഐസോമെട്രിക്
വ്യൂ ഓർ ഐസോമെട്രിക് ഡ്രോയിങ് എന്നുള്ള ഈ കൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഫിഗേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഷേപ്പ് സെയിം ആയിരിക്കും, ബട്ട് സൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 40, ഈ ലെങ്ത് മെഷർ ചെയ്യുക 32.5 ആണ് കിട്ടുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 40 ഡിവൈഡ് ബൈ 32.5 എടുക്കുകയാണെങ്കിൽ 1.22 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും ഇതിന്റെ സൈസ്. അതായത് അപ്രോക്സിമേറ്റ്ലി 22.5% സൈസ് കൂടുതലായിരിക്കും ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ. ഐസോമെട്രിക് പ്രൊജക്ഷനിലെ ഒരു ഐസോമെട്രിക് ലൈനിന്റെ ലെങ്ത്തും ഐസോമെട്രിക് വ്യൂവിലെ ലൈൻ ലെങ്ത്തും കമ്പയർ ചെയ്യുമ്പോൾ അത് 1.22 ടൈംസ് സൈസ് കൂടിയതായിട്ട് നമ്മൾ ഇതിന്ന് ഒബ്സർവ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്പിയർ? Isometric projection of a sphere is a circle of radius equal to radius of sphere. Therefore, isometric view of a sphere equal to 1.22 times radius of sphere. ഇതാണ് ഈ സ്പിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ഐസോമെട്രിക് വ്യൂ കൺസെപ്റ്റ് വരുന്നത്. ഫോർ എക്സാമ്പിൾ 25 mm റേഡിയസ് ഉള്ള ഒരു സ്പിയറിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നോക്കാം. അതിന്റെ ടോപ്പ് വ്യൂ സർക്കിൾ ആയിരിക്കും. സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ടു 25. ഇതാണ് അതിന്റെ ഓർത്തോഗ്രാഫിക് ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ ഒരു സർക്കിൾ ആയിരിക്കും. സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്പിയർ. റേഡിയസ് ഓഫ് സ്പിയർ ഈക്വൽ ടു 25 ആണെന്ന് അറിയാം. ഇനി ഇതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്താണ്? നമ്മൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ മീൻസ് ഈ സ്പിയറിനെ ഒരു ട്രാൻസ്പെറന്റ് ക്യൂബിൽ കൊണ്ടുവച്ചിട്ട് ആ ക്യൂബിന്റെ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ. ഓക്കെ, സ്പിയറിനെ ഏത് ഡയറക്ഷനിൽ നോക്കി കഴിഞ്ഞാലും നമുക്ക് കിട്ടുക ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കിട്ടുക സർക്കിൾ ആണ്. സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്പിയർ. Therefore, isometric projection of a sphere is a circle of radius equal to radius of sphere. Next, isometric view എന്താണ് കിട്ടുക? ഐസോമെട്രിക് വ്യൂ ഒരു ഐസോമെട്രിക് ലെങ്ത് ഐസോമെട്രിക് വ്യൂവിലേക്ക് വരുമ്പോൾ ഒറിജിനൽ ലെങ്ത് ആയി മാറും. അപ്പൊ അതിന്റെ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 1.22 ആണ്. അപ്പൊ ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്പിയർ കിട്ടുക സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്പിയർ ഇൻറ്റു 1.22. അപ്പൊ ഇവിടെ 25 ഇൻറ്റു 1.22 30.5 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 30.5 ആണ് സർക്കിൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവും ബിഗ്ഗർ സൈസ് ആയിരിക്കും ഐസോമെട്രിക് വ്യൂ. അത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബും ഐസോമെട്രിക് വ്യൂ ഓഫ് എ ക്യൂബും തമ്മിലുള്ള സെയിം റേഷ്യോ തന്നെ. അതായത് ഈ സർക്കിളിനേക്കാൾ 22% സൈസ് കൂടുതലായിരിക്കും ഈ സർക്കിളിന്. ആർ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഞാൻ IP എന്ന് കൊടുക്കുന്നു ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്പിയർ. ഐസോമെട്രിക് വ്യൂ RIV ഈക്വൽ ടു 1.22 ടൈംസ് റേഡിയസ് ഓഫ് സ്പിയർ. ഇനി ഈ 1.22 മൾട്ടിപ്പിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഐസോമെട്രിക് സ്കെയിലിൽ നിന്ന് തന്നെ ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ട്രൂ ലെങ്ത് 15 ഡിഗ്രി 45 ഡിഗ്രി ഇങ്ങനെയാണ് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് എടുക്കും. ഇതാണ് ഐസോമെട്രിക് ലെങ്ത്, ഇതാണ് ട്രൂ ലെങ്ത്. അപ്പോൾ ഈ ട്രൂ ലെങ്ത് ഡിവൈഡ് ബൈ ഐസോമെട്രിക് ലെങ്ത് ഈക്വൽ ടു 1.22 കിട്ടും. ഈ 1.22 മൾട്ടിപ്പിൾ ചെയ്യുന്ന ഒഴിവാക്കണമെങ്കിൽ ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് സ്പിയറിന്റെ റേഡിയസ് ഇതിലേക്ക് എടുക്കുക. ഈ ലൈനിന് പാരലായിട്ട് വരയ്ക്കുക. സ്പിയറിന്റെ റേഡിയസ് ഐസോമെട്രിക് ലെങ്ത് ലൈനിലേക്ക് എടുക്കുക, ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ഫ്രാക്ഷണൽ വാല്യൂ ഒന്നും കിട്ടില്ല. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലെങ്ത് മെഷർ ചെയ്ത് ആ റേഡിയസ് യൂസ് ചെയ്ത് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പറ്റും. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്പിയർ കൺസെപ്റ്റ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എ സ്പിയർ ഓഫ് റേഡിയസ് 20 mm ഈസ് റെസ്റ്റിംഗ് സെൻട്രലി on the top surface of a square plate of side 50 mm and negligible thickness. Draw
ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ഐസോമെട്രിക് വ്യൂ. സ്ഫിയറിന്റെ പ്രോബ്ലം കോമ്പിനേഷൻ സോളിഡ്സിൽ വരുമ്പം, അതായത് ഒരു സോളിഡിന്റെ മുകളിൽ സ്ഫിയർ വരുന്ന കേസിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ ചെയ്യുന്നത്. ഇവിടെ കോമ്പിനേഷനായിട്ട് ഒരു സ്ക്വയർ പ്ലേറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. ഒരു സോളിഡ് കൺസിഡർ ചെയ്യാത്തത് ഈ ഐസോമെട്രിക് പ്രൊജക്ഷനും ഐസോമെട്രിക് വ്യൂവും വരയ്ക്കണം. അപ്പോൾ എക്സ്പ്ലനേഷനിൽ ഡ്രോയിങ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ക്വയർ പ്ലേറ്റ് മാത്രം കൺസിഡർ ചെയ്തത്. ആദ്യം പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു സ്ക്വയർ പ്ലേറ്റ് ആണ്, തിക്നെസ് ഇല്ല. സ്ക്വയർ പ്ലേറ്റിന്റെ സൈഡ് 50 mm തന്നു. ടോപ്പ് സർഫസിൽ ഒരു സ്ഫിയർ റെസ്റ്റിംഗ് സെൻട്രലി, ദാറ്റ് മീൻസ് ഈ സ്ക്വയറിന്റെ സെന്ററും സ്ഫിയറിന്റെ സെന്ററും സെയിം ലൈനിലാണ് കിടക്കുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദിസ് കോമ്പിനേഷൻ വരയ്ക്കുക. ടോപ്പ് വ്യൂ വരയ്ക്കുക. സ്ഫിയറിന്റെ ടോപ്പ് വ്യൂ സർക്കിൾ കിട്ടും. റേഡിയസ് ഈക്വൽ ടു 20 mm. ഫ്രണ്ട് വ്യൂവിൽ ഈ പ്ലേറ്റ് ഒരു ലൈനായിട്ട് കാണും. സ്ഫിയർ സർക്കിൾ ആയിരിക്കും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണമെങ്കിൽ ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണം. ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. മാക്സിമം ലെങ്ത് വരുന്നത് 50 mm ആണ്. 50 mm ലൈൻ വരയ്ക്കുക. 15 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് 50 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ തിൻ ലൈൻ കൺസിഡർ ചെയ്യുക. ഇവിടെ ഞാൻ പോയിന്റ് ബി ആണ് എടുത്തിരിക്കുന്നത്. BA ആൻഡ് BC 30 ഡിഗ്രി ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഐസോമെട്രിക് ലെങ്ത് ഐസോമെട്രിക് സ്കെയിലിൽ നിന്ന് മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. തിൻ ലൈൻ യൂസ് ചെയ്ത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സ്ഫിയർ വരയ്ക്കണം. ഇവിടെ സ്ഫിയർ സെൻട്രലി ഓൺ ടോപ്പ് ഓഫ് സ്ക്വയർ പ്ലേറ്റ് ആണ്. ദാറ്റ് മീൻസ് സെന്റർ സെയിം ലൈനിലായിരിക്കും. സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഇവിടെ ഓൾറെഡി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വരയ്ക്കുമ്പോൾ ഈ സ്ഫിയറിന്റെ റേഡിയസിനെ കൺവേർട്ട് ചെയ്ത് ഇവിടത്തേക്ക് എടുക്കരുത്, ശ്രദ്ധിക്കുക. ഈ സർക്കിൾ വരയ്ക്കണമെങ്കിൽ സർക്കിളിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. സെന്റർ എങ്ങനെയാണ്? ഈ സ്ഫിയർ ഈ പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് എന്നറിയാം. അപ്പൊ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഇതിന്റെ സെന്ററും സ്ഫിയറിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ ആണ്. അവിടെയാണ് പ്രശ്നം. ഈ ഡിസ്റ്റൻസ് നമ്മൾ ഏത് ലെങ്തിൽ എടുക്കണം? അതായത് ഐസോമെട്രിക് ലെങ്തിലാണോ ട്രൂ ലെങ്തിലാണോ? അതാണ് കൺഫ്യൂഷൻ വരുന്നത്. ഈ സെന്റർ ഇവിടെ കിട്ടിയെന്ന് കരുതുക. സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് റേഡിയസ് ഓഫ് സ്ഫിയറിലായിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷനിൽ. ഐസോമെട്രിക് വ്യൂവിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി അത് 1.22 r ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് അത് കൺവേർട്ട് ചെയ്യണോ, കൺവേർട്ട് ചെയ്യാതിരിക്കണോ, അല്ലെങ്കിൽ എത്രയാണ്, ഏതാണ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എന്നാണ്. ഓക്കെ, ഇവിടെ നോക്കുക. ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ. ഒരു ലൈനാണത്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ലൈനാണ്, വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ മീൻസ് ഐസോമെട്രിക് ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ ഐസോമെട്രിക് പ്രൊജക്ഷനിലെ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 0.816 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ ഇൻറ്റു 0.816, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് സ്ഫിയർ ഇവിടെ എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് ആണ് ഇവിടെ എടുക്കേണ്ടത്. അതാണ് ഈ എക്സാമ്പിളിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിന് കാരണം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഒരു ലൈനാണ്. ആ ലൈൻ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഈക്വലി ഫോർഷോട്ടൺ ചെയ്യും. ബട്ട് ഈ സ്ഫിയർ അതിന്റെ പ്രത്യേകത കൊണ്ട് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ സർക്കിൾ ആണ് കിട്ടുക. സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ ആയിരിക്കും. റേഡിയസ് ഓഫ് സ്ഫിയർ ഇവിടെ മാർക്ക് ചെയ്യുക. ഈ ലൈനിന്
പാരലായിട്ട് അല്ലെങ്കിൽ 45 ഡിഗ്രി വരുന്ന രീതിയിൽ ഇവിടെ ലൈൻ വരയ്ക്കുക. ഇതായിരിക്കും 20 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്. സ്ക്വയറിന്റെ സെന്റർ പി ആയി കൺസിഡർ ചെയ്യാണ്. സ്ഫിയറിന്റെ സെന്റർ ഒ ആണെങ്കിൽ പി ഒ ലൈൻ ഈക്വൽ ടു ഐസോമെട്രിക് പ്രൊജക്ഷനിൽ റേഡിയസ് ഓഫ് സ്ഫിയർ ഇൻറ്റു 0.816, അതായത് ഐസോമെട്രിക് ലെങ്ത് ആയിരിക്കും. അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇതായിരിക്കും സെന്റർ ഓഫ് സ്ഫിയർ ഒ. ഇത് സെന്ററായി എടുത്തിട്ട് ഈ കിട്ടിയിരിക്കുന്ന സെയിം റേഡിയസിൽ ഇവിടെ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. ഇത് റേഡിയസ് ഓഫ് സ്ഫിയർ ആണോ? അല്ല. റേഡിയസ് ഓഫ് സ്ഫിയറിനെ 0.816 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത ലെങ്ത് ആണ് ഇത്. അപ്പോൾ വീണ്ടും സ്ഫിയർ എടുക്കുക. ഇത് ആണ് സർക്കിൾ വരയ്ക്കേണ്ടത്. ഈ സെന്റർ ലൈനേക്കാൾ താഴെയായിട്ടാണ് ഈ സർക്കിൾ പാസ് ചെയ്ത് പോകുന്നത്. ഇനി വിസിബിൾ ഇൻവിസിബിൾ ലൈൻസ് വരയ്ക്കുക. ഇത് വിസിബിൾ ആയിരിക്കും. ഈ എഡ്ജ് വിസിബിൾ ആണ്. ഇത് ഇവിടെ വരെ വിസിബിൾ ആയിരിക്കും. ബാക്കി സ്ഫിയറിന്റെ പിന്നിലായിട്ടാണുള്ളത്. ഡാഷ് ലൈൻ വരയ്ക്കുന്നു. വിസിബിൾ ഇറേസ് ചെയ്ത് ഡാഷ് ലൈൻ വരയ്ക്കുന്നു. സ്ഫിയറിന്റെ റേഡിയസിന് SR എന്ന് കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 20 mm. R ഐസോമെട്രിക് പ്രൊജക്ഷൻ ഈക്വൽ ടു SR, which is equal to 20. ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് which is equal to 20 into 0.816. നെക്സ്റ്റ് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാം. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. BA BC 30 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ട്രൂ ലെങ്ത് തന്നെ യൂസ് ചെയ്യുക. ഐസോമെട്രിക് സ്കെയിലിന്റെ ആവശ്യമില്ല. ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ഫിയർ വരയ്ക്കണമെങ്കിൽ സ്ഫിയറിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. സെന്റർ ഓഫ് സ്ക്വയർ പി എന്ന് കൊടുക്കുന്നു. സെന്റർ ഓഫ് സ്ഫിയർ ലൊക്കേറ്റ് ചെയ്യണം O. PO ലൈൻ വരയ്ക്കണം. PO ലൈനിന്റെ ആക്ച്വൽ ലെങ്ത് റേഡിയസ് ഓഫ് സ്ഫിയർ ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷനിലാണെങ്കിൽ ആ വെർട്ടിക്കൽ ലൈൻ ആയതുകൊണ്ട് ആ ലെങ്തിനെ 0.816 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് എടുക്കണം. ഐസോമെട്രിക് വ്യൂവിൽ സൈഡ് ഓഫ് ദ സ്ക്വയർ ഒക്കെ ട്രൂ ലെങ്തിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെർട്ടിക്കൽ ലൈൻ, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, ഈ വെർട്ടിക്കൽ ലൈൻ ട്രൂ ലെങ്ത് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഈ ലെങ്ത് R ആണ്, 1.22 R അല്ല. ശ്രദ്ധിക്കുക, 1.22 R വരുന്നത് റേഡിയസ് ഓഫ് സർക്കിൾ ആയിട്ട് വരയ്ക്കുമ്പോൾ മാത്രമാണ്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് R 20 mm ഇവിടെ മാർക്ക് ചെയ്യുന്നു. സെന്റർ ഓഫ് സ്ഫിയർ OP ഈക്വൽ ടു R ആണ്. ഇവിടെ OP ഈക്വൽ ടു ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് 0.81 into R ആണ്. ഇവിടെ സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ടു 20 തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ ആണ്. ബട്ട് ഇവിടെ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്താണ്. ഐസോമെട്രിക് വ്യൂ, ഐസോമെട്രിക് പ്രൊജക്ഷൻ തമ്മിൽ 22% ഡിഫറൻസ് ഉണ്ട്. 1.22 R ആയിരിക്കും. 24.4 mm ആണ് 20 into 1.22 കിട്ടുന്നത്. ഫ്രാക്ഷൻ ലെങ്ത് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ 20 mm ഇവിടെ എടുക്കുക. ഈ ലൈനിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. അത് മെഷർ ചെയ്താൽ 24 25 ഇടയിൽ വരുന്നതായിട്ട് കാണാം. ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് O സെന്റർ സർക്കിൾ വരയ്ക്കുക. ഇവിടെ സർക്കിൾ ഈ സെന്റർ ലൈനിന് താഴോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. വിസിബിൾ ലൈൻ തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ടും ഇൻവിസിബിൾ ലൈൻ ഡാഷ് ലൈൻ യൂസ് ചെയ്തും വരയ്ക്കുക. Radius of the circle is equal to 1.22 times sphere radius. Isometric projection of a sphere is a circle of radius equal to radius of sphere. Isometric view of a sphere is a circle of radius equal to 1.22 times radius of sphere. Center locate ചെയ്യാൻ ഈ center to center distance isometric projection this length is equal to radius of sphere into 0.816. Isometric view center to center distance equal to radius of sphere